ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1993 മുതൽ 2012 വരെയുള്ള 19 വർഷക്കാലം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം പരിശീലകനായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ദ്രോണാചാര്യ അവാർഡ് ജേതാവും ഇന്ത്യയുടെ മുൻ ഷൂട്ടിംഗ് പരിശീലകനുമായിട്ടുള്ള പ്രൊഫസർ സണ്ണി തോമസ് മരണം സംഭവിക്കുന്നത്. രാവിലെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം എന്നാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ തന്നെ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ടോടെ എറണാകുളം തേവക്കലിലുള്ള സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം. നമുക്കറിയാം, ഒരുപാട് ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഷൂട്ടിംഗ് ടീമിൻ്റെ ഒരുപാട് മെഡലുകൾ സമ്മാനിച്ച ആ ഒരു കാലയളവിൽ മുഖ്യ പരിശീലകനായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ്. നിരവധി പുരസ്കാരങ്ങൾ, അഭിനവ് ബിന്ദ്ര, അതുപോലെ തന്നെ ഗഗൻ നാരംഗ് അടക്കമുള്ള ലോകോത്തര താരങ്ങളെ ഇന്ത്യക്ക് സമ്മാനിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. വളരെ സ്വാധീനം, ഇവരുടെ എല്ലാം ഒരു കായിക ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ മനുഷ്യനായിരുന്നു. 1993 മുതൽ 2012 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ്. അദ്ദേഹം ഉഴവൂരിലാണ് ജനിച്ചത്. ഉഴവൂരിൽ ജനിച്ച് ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ആ ജോലി, പ്രൊഫസറായുള്ള ആ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് മുഴുവൻ സമയവും ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി വന്നത്. ഇന്ന് രാവിലെയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ഇനിയിപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 2001 രാജ്യം ദ്രോണാചാര്യ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ശോഭിൻ തേക്കടിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.